ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. വെൽഫെയർ പാർട്ടി ഈരവേലി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജനകീയ ചർച്ച ശ്രദ്ധേയമായി. ഗാന്ധി ജയന്തി ദിനത്തിൽ വെൽഫെയർ പാർട്ടി ഈരവേലി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ചർച്ച സംഘടിപ്പിച്ചു. ജനക്ഷേമം ലക്ഷ്യം വെച്ച് നാടിന്റെ അഭിരുചിക്കനുസരിച്ചുള്ള വികസന സങ്കല്പമാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാൻ കഴിയണം. പ്രാദേശിക വിഭവങ്ങളും മനുഷ്യശേഷിയും നാടിന്റെ പുരോഗതിക്ക് ഉപയുക്തമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും പ്രാദേശിക വികസനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുകയാണ്. ജനസഭകൾ വിളിച്ചു ചേർക്കാനും വികസന പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാനും തെരഞ്ഞെടുക്കപ്പെടുന്ന വാർഡ് കൗൺസിലർമാർ തയ്യാറാവുന്നില്ല. ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനകീയ വികസനത്തിനു വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും ഒന്നിക്കുന്ന സാഹചര്യം രൂപപ്പെടുത്തണമെന്ന് ചർച്ചാവേദി അഭിപ്രായപ്പെട്ടു. ഏതായാലും ഞാൻ പറയുന്നത്, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മണ്ഡലത്തിലുള്ള നേതൃത്വങ്ങൾ നമ്മുടെ ഈ നാടിനെ എങ്ങനെ വികസിപ്പിച്ച് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ അവരുടെ ജീവിത നിലവാരത്തെ എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള കൃത്യമായൊരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കേണ്ടത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ജനപ്രതിനിധികളോടും അല്ലെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷനുകളൊക്കെ വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങൾക്ക് ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ചൊരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയും ചെയ്ത ആ മഹാത്മാവിൻ്റെ നമ്മൾ ഇന്നും ആ കാൽപാദങ്ങളും ആശയങ്ങളും പിന്തുടർന്നുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി ഫ്രണ്ട്സ് ഹാളിൽ ചേർന്ന ചർച്ചാ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സമദ് നെടുമ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് നസീർ അലിയാർ അധ്യക്ഷത വഹിച്ചു. എം സലീം, അനീഷ് മട്ടാഞ്ചേരി, കെ സിദ്ദീഖ് മാഷ്, NM നാസർ, MK സൈദലവി, PA അസ്ലം, KM റഹീം, OA മുഹമ്മദ് ജമാൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പ്രോഗ്രാം കൺവീനർ MH അബ്ദുൾ റഹീം സ്വാഗതം, യൂണിറ്റ് പ്രസിഡന്റ് ഷമീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.